ആദ്യമേ തന്നെ പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ഈ ആൾത്താരയിൽ വന്ന് സാക്ഷ്യപ്പെടുത്താനായിട്ട് ഒരു അവസരം തന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞാൻ നെല്ലായി ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് ജെസ്സി ഷാജു. എൻ്റെ കുടുംബത്തിന് നൽകിയ ഒത്തിരി അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇപ്പോൾ പ്രധാനമായും എൻ്റെ മകന് ലഭിച്ച വലിയ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഞാനിവിടെ 2022 ജൂലൈ മാസത്തിലാണ് വന്ന് ഉടമ്പടി എടുക്കുന്നത്. ആദ്യമൊക്കെ കൃപാസനത്തെക്കുറിച്ച് കേൾക്കാറുണ്ടായിരുന്നെങ്കിലും ഈ ഉടമ്പടി എന്താണെന്നോ അതെങ്ങനെ പാലിക്കണമെന്നോ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇവിടെ വന്ന് അതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയപ്പോൾ എനിക്കും ആഗ്രഹം തോന്നി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാനായിട്ട്. ഞാൻ ജൂലൈ മാസം 28-ാം തീയതി 2022 ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ ആദ്യ നിയോഗം വെച്ചത് എൻ്റെ മകൻ അപ്പോൾ IELTS എക്സാമിന് പ്രിപ്പയർ ചെയ്യായിരുന്നു. അപ്പോൾ അവന് പരീക്ഷ എഴുതുന്നതിന് മുൻപായിട്ട് വന്നിവിടെ പ്രാർത്ഥിക്കണമെന്ന് കരുതിയാണ് ഞങ്ങൾ കുടുംബസമേതം വന്നത്. ഉടമ്പടിയിൽ പ്രത്യേകം അവനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ എക്സാം പാസ്സായി. അതിനുശേഷം 2022 ശേഷം ഞാൻ ഉടമ്പടി പുതുക്കാനായിട്ട് തുടർന്നില്ല. ഇടയ്ക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോകുമായിരുന്നു, എങ്കിലും ഉടമ്പടി പുതുക്കിയിരുന്നില്ല. അത് പിന്നീട് 2 വർഷത്തോളം എൻ്റെ മോനെ പോകാനുള്ള ഓരോ കാര്യങ്ങളും ഞങ്ങൾ ഓരോ ബാങ്കുകളുമായി കോണ്ടാക്ട് ചെയ്തപ്പോൾ ലോണിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ആയി ചെല്ലുമ്പോൾ ഓരോ ഡിലേ വന്ന് എല്ലാം ഓരോ തടസ്സങ്ങളായിട്ട് ഞങ്ങൾക്ക് നേരിടുകയായിരുന്നു. ആ സമയത്ത് എനിക്ക് തോന്നി, എന്തുകൊണ്ട് ഉടമ്പടി പുതുക്കിയില്ല ഞാൻ, അതുകൊണ്ടായിരിക്കാം ഈ അനുഗ്രഹങ്ങൾ തടസ്സമായി നിൽക്കുന്നത് എന്ന്. എന്നിട്ട് ഞാൻ ഇപ്പോൾ അതിനിടയിൽ തന്നെ 2 പ്രാവശ്യം മോൻ ന്യൂസിലാൻഡിലേക്കായിട്ട് വിസയ്ക്ക് വെച്ചിരുന്നു. 2 തവണയും അവന് ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് റിജക്ഷനായിട്ട് വന്നു. അപ്പോൾ ഞങ്ങൾ ഒത്തിരി വിഷമിച്ചു. കാരണം ഞങ്ങൾക്ക് ബാങ്ക് ലോണൊക്കെ റെഡിയായി വന്നപ്പോൾ ഇപ്പോൾ ഇങ്ങനൊരു അവസ്ഥ വന്നല്ലോ, അതിനെ ഓർത്ത് ഞങ്ങൾ ഒത്തിരി സങ്കടപ്പെട്ടിരുന്നു. ആ സമയത്ത് മകനും വളരെ വിഷമം. കാരണം അവന് 2 വർഷമായിട്ട് ഒന്നിനും പോകാൻ പറ്റുന്നില്ല, ഒരു ജോലിക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നില്ല, ഇതിൻ്റെ പിന്നാലെ നടന്ന് സമയം പോകുന്നു. അങ്ങനെ ഒത്തിരി വിഷമങ്ങളുണ്ടായിരുന്നു. ആ സമയത്താണ് എനിക്ക് തോന്നിയത് ഉടമ്പടി പുതുക്കിയിട്ട് വേണം ഇനി അടുത്ത കാര്യങ്ങൾ ചെയ്യാനെന്ന്. അപ്പോൾ അതിനിടയിൽ IELTSൻ്റെ കാലാവധി കഴിയാറായി. ഒക്ടോബർ മാസത്തിൽ അവൻ്റെ IELTSൻ്റെ ഡേറ്റ് തീരുമായിരുന്നു. അപ്പോൾ അതിനു മുൻപ് വന്ന് ഉടമ്പടി പുതുക്കി ഇനി പുതിയ സ്ഥലത്തേക്ക് കാനഡയിലേക്ക് വെച്ച് നോക്കാം അമ്മേ, ഇനിയൊരു ചാൻസും കൂടി ഉണ്ടാവുള്ളൂ ഈ സെപ്റ്റംബർ ഇൻടേക്കിന്. അതിന് കിട്ടിയില്ലെങ്കിൽ എനിക്കിനി ഇപ്പോൾ പറ്റില്ല, പിന്നെ വീണ്ടും IELTS എഴുതേണ്ടി വരും, അങ്ങനെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അതിനു മുൻപായിട്ട് ഞാൻ പറഞ്ഞു, നമുക്ക് കൃപാസനത്തിൽ ചെന്ന് അമ്മ ഉടമ്പടി പുതുക്കി മോന് വേണ്ടി പ്രാർത്ഥിക്കാം, നമുക്ക് എല്ലാവർക്കും കൂടി വരാമെന്ന് പറഞ്ഞ് ഉടമ്പടി പുതുക്കി. സെപ്റ്റംബർ 3-ാം തീയതി വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി. അതിൻ്റെ തലേ ദിവസം 2-ാം തീയതിയാണ് ഇവൻ വിസയ്ക്ക് വയ്ക്കുന്നത്. ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ മാതാവിൻ്റെ ചാപ്പലിൽ വന്ന് നിയോഗങ്ങൾ എഴുതിയിട്ടുള്ള ആ പേപ്പർ ആ പെട്ടിയിൽ നിക്ഷേപിക്കുമ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു, പരിശുദ്ധ അമ്മേ, ഇന്ന് 3-ാം തീയതി, അടുത്ത 3-ാം തീയതി ആകുമ്പോഴേക്കും എൻ്റെ മകനൊരു ഉത്തരം നൽകണമേ, അവന് വേണ്ട കാര്യങ്ങൾ അവിടുന്ന് തന്നെ നടത്തി തരണമേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായി 2-ാം തീയതി വിസയ്ക്ക് വെച്ചത് സെപ്റ്റംബർ 18-ാം തീയതിയാണ് ഞങ്ങൾക്ക് ഫോണിൽ മെസ്സേജ് വരുന്നു, വിസ അപ്രൂവ്ഡ് എന്ന് പറഞ്ഞ്. ഞങ്ങൾ ഒത്തിരിയധികം സന്തോഷിച്ചു. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്കത് ലഭിച്ചത്. കാരണം പല വിധത്തിലും ഞങ്ങൾ ട്രൈ ചെയ്തിട്ട് നടക്കാതിരുന്നൊരു കാര്യം പരിശുദ്ധ അമ്മ ഇടപെട്ടപ്പോൾ എത്രയും പെട്ടെന്നാണ് അത് നടത്തി തന്നതെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിച്ചു. ഇപ്പോൾ ഈ ജാനുവരിയിൽ അവന് ക്ലാസ് തുടങ്ങുകയാണ്. ഇനി അവൻ പറയും, ബാക്കി കാര്യങ്ങളെല്ലാം പറയും. അതിനു മുൻപ് ഞങ്ങൾ ചെയ്ത കാരുണ്യ പ്രവർത്തികൾ പറയാം. ഇവിടെ നിന്ന് കൃപാസനം പത്രം കൊണ്ട് വിതരണം ചെയ്യുമായിരുന്നു. പിന്നെ രോഗികളെ സന്ദർശിക്കുമായിരുന്നു. പിന്നെ രോഗികൾക്കായിട്ട് ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഇടയ്ക്ക് പൊതിച്ചോറ് കൊണ്ടുപോകുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. അതിനെല്ലാം സജീവമായി പങ്കെടുത്തിരുന്നു. പിന്നെ പറ്റുന്ന വിധത്തിലെല്ലാം മറ്റുള്ളവരെ സഹായിക്കുമായിരുന്നു. പിന്നെ ആത്മീയ ജീവിതത്തിലും വളരെയധികം മാറ്റങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾക്കും കുടുംബത്തിനും മാറിയിട്ടുണ്ട്. കാരണം കുടുംബ പ്രാർത്ഥന തന്നെ മുടങ്ങാതെ ചൊല്ലുന്നൊരവസ്ഥ, പിന്നെ ദിവ്യബലിയിൽ എന്നും പങ്കുകൊള്ളുക,
പിന്നെ മാസം തോറും പറ്റുകയാണെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും കുമ്പസാരിക്കാവുന്ന ഒരു നല്ല ഒരുക്കം ഈശോയുടെ സന്നിധിയിൽ ഞങ്ങൾക്ക് ലഭിച്ചു. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങളും കൃപകളും പരിശുദ്ധ അമ്മ വഴി തിരുക്കുമാരൻ നിന്ന് ഞങ്ങൾക്ക് വാങ്ങിത്തന്നു. അതിനെ ഒത്തിരി നന്ദി പറയുന്നു. ഒത്തിരി അനുഗ്രഹങ്ങൾക്ക് ഒരുപാട് നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. എൻ്റെ പേര് അഞ്ചൽ എന്നാണ്. അമ്മ പറഞ്ഞ പോലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരു 2022 ഒക്ടോബറിലാണ് IELTS പാസ്സായത്. അത് കഴിഞ്ഞിട്ട് കാനഡയ്ക്ക് പോകാനായിട്ട് ആദ്യം തന്നെ ശ്രമിച്ചത്. പക്ഷേ ലോൺ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് അവർ പറയുന്നത് ഡിപ്ലോമയ്ക്ക് ലോൺ കിട്ടില്ലെന്ന് പറഞ്ഞു. ഡിപ്ലോമ കോഴ്സാണ് നോക്കിയായിരുന്നു 2 വർഷത്തെ. ബാങ്കുകളിലൊക്കെ കയറി ഇറങ്ങി ലാസ്റ്റ് ലോൺ കിട്ടില്ല എന്ന് തീരുമാനമായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ചേട്ടനുണ്ട്, വിലിപ്പിച്ചൻ്റെ ചേട്ടൻ, ആൾ ന്യൂസിലാൻഡിലാണ്. അപ്പോൾ ആൾക്ക് PR കിട്ടിയപ്പോൾ പിന്നെ അവിടേക്ക് ട്രൈ ചെയ്യാമെന്നായി സ്പോൺസർഷിപ്പ് ലെറ്റർ വെച്ചിട്ട്. അങ്ങനെ ന്യൂസിലാൻഡിലേക്ക് ട്രൈ ചെയ്യാനായിട്ട് അടുത്ത പ്രോസസ്സിങ് തുടങ്ങി. പക്ഷേ ന്യൂസിലാൻഡിലെ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി ടഫാണ്. ഡോക്യുമെൻറ്റ്സൊക്കെ നല്ലോണം കൂടുതലാണ് കാനഡ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഒന്നാമത് പിന്നെ സ്പോൺസർഷിപ്പ് ലെറ്റർ ആയപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഇഷ്യൂ വന്നു. ഇപ്പോൾ ചേട്ടൻ വിലിപ്പിച്ചൻ്റെ മോനാണെങ്കിലും പാസ്പോർട്ടിൽ ഇപ്പോൾ വീട്ടും പേരിൻ്റെ ഇതിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. അപ്പോൾ അതിനായിട്ട് കുറേ ഡോക്യുമെൻറ്റ്സ് വേണ്ടി വന്നു. അങ്ങനെ ഏകദേശം ഒരു 7 മാസത്തോളം ന്യൂസിലാൻഡിൻ്റെ പ്രോസസ്സിങ്ങിന് മാത്രമായി. അത് കഴിഞ്ഞിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്തു. വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഏജൻസിക്കാർ പറഞ്ഞത് അവിടെ നിന്നൊരു ഇൻ്റർവ്യൂ കോൾ ഉണ്ടായിരിക്കുന്നു ന്യൂസിലാൻഡിൽ നിന്ന്. അത് ഏത് നിമിഷം എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ തന്നെ വേറെ വർക്കിന് പോകാനോ ജോലിക്ക് പോകാനോ ഉള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നില്ല. എങ്ങാനും ഞാൻ ഇൻ്റർവ്യൂ വിളിച്ചിട്ട് ഞാനത് മര്യാദയ്ക്ക് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ വിസ ക്യാൻസലായി കഴിഞ്ഞ് ഇത്ര നാൾ കഷ്ടപ്പെട്ടത് വെറുതെ ആവുന്നുള്ള പ്രതീക്ഷയിൽ. അത് കഴിഞ്ഞിട്ട് ഇതിനായിട്ട് വെയിറ്റ് ചെയ്തിരുന്നു. ഏകദേശം ഒരു 120 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ന്യൂസിലാൻഡിലെ റിസൾട്ട് വന്നത്. പക്ഷെ അത് റിജക്ഷൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മെയിൻ കാരണം എന്താ വെച്ചാൽ ഫണ്ടിൻ്റെ സോഴ്സ് കറക്റ്റ് അല്ലായിരുന്നു തന്നു. അത് കഴിഞ്ഞിട്ട് ചേട്ടൻ അവിടെ നിന്ന് കുറച്ച് പൈസ ഇവിടേക്ക് അയച്ചത് ഒന്നും കൂടി വിസയ്ക്ക് വെക്കാമെന്ന് തീരുമാനിച്ചു. അത് കഴിഞ്ഞ് ന്യൂസിലാൻഡിലേക്ക് ഒന്നും കൂടി വിസയ്ക്ക് വെച്ചു. പക്ഷെ അതും കാത്തിരുന്നിട്ട് ലാസ്റ്റ് റിജക്ഷൻ ആയിപ്പോയി. അപ്പോൾ തന്നെ മൈൻഡ് മൊത്തം ഡൗണായി, ആകെ ഇതായി. പിന്നെ ഞാൻ തീരുമാനിച്ചു പോക്ക് വേണ്ട, ഇനി ചിലപ്പോൾ എനിക്കത് വിധിച്ചിട്ടുണ്ടാവില്ല എന്നുള്ള ഒരു ഇതിലായിപ്പോയി. പിന്നെ വീട്ടുകാർ പറഞ്ഞു ഇത്ര നാൾ കഷ്ടപ്പെട്ട് IELTS എഴുതിയെടുത്ത് ഇതിൻ്റെ പിന്നാലെ നടന്നതല്ലേ, ഒരു തവണയും കൂടിയും ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ള ഒരു ഇതിൽ തുടങ്ങി. ഇല്ലെങ്കിൽ ലാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം സെപ്റ്റംബർ ഇൻടേക്കായിട്ട് ഒന്നും കൂടി ഓപ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഒക്ടോബർ ആയി കഴിഞ്ഞാൽ 2 വർഷത്തെ IELTS എക്സ്പയർ ആയി കഴിഞ്ഞു. അങ്ങനെ ഈ സെപ്റ്റംബറിലേക്കായിട്ട് പ്രോസസ്സിങ് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് എല്ലാം റെഡി ആവാറായപ്പോഴാണ് വീടിൻ്റെ ലൊക്കേഷൻ സ്കെച്ചിൽ ചെറിയ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് ലിവിങ് എക്സ്പെൻസ് കാണിക്കാനായിട്ട് പിന്നെയും ലേറ്റായി. അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ ഇൻടേക്ക് എന്നുള്ള പരിപാടി പോയി. പിന്നെ ആകെ ടെൻഷനായി, എന്ത് എന്നുള്ളൊരു ഇതില്ലാണ്ടായിപ്പോയി. അപ്പോൾ പിന്നെ അമ്മ പറഞ്ഞു വിസയ്ക്ക് വെക്കണേലും വെച്ച് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ കൃപാസനത്തിൽ ഒന്ന് ഉടമ്പടി ഒന്ന് പുതുക്കി നോക്കാം, അത് ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കാമെന്ന്. അത് ഞാൻ അവിടെ ഒന്ന് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞായിരുന്നു വീട്ടിലൊരാൾ ഉടമ്പടി എടുത്താലും നമ്മൾ ബാക്കിയുള്ളവർ നല്ല ആത്മീയതയിൽ തന്നെ വളരണം. അതുപോലെ നന്നൊരു സാക്ഷി ഉണ്ടായിരുന്നു, 5 ദിവസം കൊണ്ട് ഒരു കുട്ടിക്ക് വിസ കിട്ടിയെന്നുള്ളത്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു 5 ദിവസം കൊണ്ടൊന്നും വേണ്ട, 1 മാസം ഉണ്ട് എനിക്ക്. ആ 1 മാസത്തിൻ്റെ ഇടയിൽ കിട്ടി കഴിഞ്ഞാൽ അത് വലിയൊരു അത്ഭുതമായിരിക്കുന്നു, കാരണം ലാസ്റ്റ് ട്രൈ ആണെന്ന്. അത് കഴിഞ്ഞ് ഒരു തീരുമാനം എടുക്കണമല്ലോ പ്രാർത്ഥനയിൽ. ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ഇത് കിട്ടണമെന്ന്. അതുപോലെ തന്നെ വിശ്വാസപ്രമാണമെന്നുള്ള പ്രാർത്ഥന ഭയങ്കര അത്ഭുതമാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോഴും എൻ്റെ അടുത്ത് വല്യമ്മച്ചിമാരും ചേച്ചിമാരും എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു 2 ആഴ്ച ഓരോ ദിവസം 14 വിശ്വാസപ്രമാണം വെച്ച് ചൊല്ലി പ്രാർത്ഥിച്ചു നോക്കാമെന്ന്. അങ്ങനെ ഞാൻ 14 ദിവസം ഓരോ ദിവസം 14 വിശ്വാസപ്രമാണം വെച്ച് പ്രാർത്ഥിച്ച് 14ാമത്തെ ദിവസം എന്തോ മാജിക് എന്നൊക്കെ പറയില്ലേ, അതുപോലെ എനിക്ക് കറക്റ്റ് വിസ വരികയും ചെയ്തു. അപ്പോൾ അത് ഭയങ്കര അത്ഭുതമായിട്ടാണ് ഞാൻ പിന്നെ കണക്കാക്കിയത്. കറക്റ്റ് അത് കഴിഞ്ഞ് IELTS എക്സ്പയർ ആവണതിന് മുമ്പ് എനിക്ക് വിസയും കിട്ടി. അതുമാത്രമല്ല ഇപ്പോൾ ജാനുവരി ഇൻടേക്കാണെങ്കിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജാനുവരി 2-ന്. അപ്പോൾ ഇത്ര പെട്ടെന്ന് വിസ ജാനുവരിക്ക് തൊട്ട് മുമ്പ് വിസ വന്നുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ടിക്കറ്റ് എടുക്കാനും ബാക്കിയുള്ള പ്രോസസ്സിങ്ങിനൊക്കെ നല്ലോണം ടൈം കിട്ടി. ബാക്കിയുള്ള കുട്ടികളെല്ലാവരും ടിക്കറ്റ് എടുത്തപ്പോൾ നല്ല പൈസ എന്നാണ് പറഞ്ഞത്. കാനഡയ്ക്ക് ഇപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അക്കോമഡേഷൻ്റെ കാര്യത്തിലൊക്കെ ദൈവം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്കത് കുറച്ച് പൈസയിൽ കിട്ടുകയും ചെയ്തു. വലിയൊരു അനുഗ്രഹമാണ് മാതാവും ഈശോയും എനിക്ക് തന്നത്. അതിനോട് ഞാൻ ഇവിടെ നല്ലോണം നന്ദി പറയുന്നു. ഈ വരുന്ന 13-ാം തീയതിയാണ് മോൻ കാനഡയിലേക്ക് പോകുന്നത്. ജനുവരിയിൽ ക്ലാസ് തുടങ്ങും, എങ്കിലും നേരത്തെ പോകുന്നു. നിങ്ങളെല്ലാവരും അവന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. 1 പത്രോസ് 1-ാം അധ്യായം 6-7 തിരുവചനങ്ങൾ. അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുവിൻ. കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. ജെസ്സി ഷാജു എന്ന ഈ സഹോദരിയും മകനും നന്ദിയുടെ കുപ്പുകരത്തോടുകൂടി പരിശുദ്ധമ്മയുടെ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ
ജീവിതത്തിൽ ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അമ്മ ഉടമ്പടിയെടുത്ത 90 ദിവസത്തിനുള്ളിൽ മകൻ IELTS പാസ്സായി ആദ്യ വിജയം നേടുമ്പോൾ മാതാവിനോട് ഒത്തിരി നന്ദിയോടും സന്തോഷത്തോടും കൂടിയാണ് കുടുംബം കൂടുതൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ അതിൻ്റെ പ്രോസസ്സിലേക്ക്, വിദേശത്ത് പോകുവാനുള്ള പ്രോസസ്സിലേക്ക് പോയപ്പോൾ കുടുംബം നേരിട്ട വലിയ പ്രതിസന്ധികളെയാണ് പിന്നീട് പങ്കുവെച്ചത്. അത് കാനഡയിൽ പോകുവാനുള്ള പ്രോസസ്സിന് തടസ്സങ്ങളുണ്ടായി. ന്യൂസിലൻഡിൽ പോകുവാനുള്ള 2 തവണത്തെ പ്രോസസ്സ് തടസ്സപ്പെട്ടു. അത് IELTSൻ്റെ കാലാവധി ഏതാണ്ട് തീരുന്ന സാഹചര്യത്തിലെത്തി. അങ്ങനെ വലിയ പരീക്ഷണങ്ങളിലൂടെ ഒത്തിരി നാളത്തെ പരിശ്രമങ്ങൾ പാഴായിപ്പോകുന്ന വിധത്തിൽ ജീവിതം വല്ലാതെ ഒരു പ്രതിസന്ധിയിലാകുമ്പോഴാണ് വീണ്ടും അമ്മ മാതാവിൻ്റെ തിരുനടയിലെത്തി ഉടമ്പടി പുതുക്കിക്കൊണ്ട് കൂടുതൽ ശരണപ്പെട്ട വിശ്വാസത്തോടെ ഈ കുടുംബം പ്രാർത്ഥിക്കുന്നത്. 2-3 കാര്യങ്ങൾ ആ സമയം ഇവർ വയ്ക്കുന്നുണ്ട്. ഒന്ന്, IELTSൻ്റെ കാലാവധി തീരുന്നതിന് മുമ്പ് വിദേശത്ത് പോകുവാനാവണം. 2, ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച് ആ ഡേറ്റിനുള്ളിൽ കാര്യങ്ങൾ നടക്കുവാനായിട്ട് സാധിക്കണം. അതോടൊപ്പം തന്നെ സാമ്പത്തികമായ ഭാരം കുറച്ചുകൊണ്ട് ഈ യാത്ര, പഠനം സുഗമമാക്കുവാൻ വേണ്ടി അമ്മ മാതാവ് സഹായിക്കണമെന്ന് സാക്ഷ്യം പറഞ്ഞു നിർത്തുമ്പോൾ 3 കാര്യങ്ങളും എത്ര സുന്ദരമായി അമ്മ ഈ കുടുംബത്തിന് സാധിച്ചുവെന്ന് അവർ സാക്ഷ്യപ്പെടുത്തുകയാണ്. അമ്മ മാതാവ് IELTSൻ്റെ കാലാവധി തീരുന്നതിന് മുമ്പ് വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് മകന് വിദേശത്തേക്കുള്ള, കാനഡയിലേക്കുള്ള വിസ നൽകി സഹായിച്ചു. ഒത്തിരി നാൾ മുമ്പ് ടിക്കറ്റ് എടുക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് എടുത്തു കൊടുത്തു. അമ്മ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതുപോലെ ആ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ മാതാവ് അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ സമയം ചുരുക്കി അനുഗ്രഹിച്ച് ആ ജീവിതത്തെ കൂടുതൽ സുരക്ഷിതമാക്കി. പ്രിയമുള്ളവരെ, പ്രത്യക്ഷീകരണത്തിൻ്റെ ദിനങ്ങളാണ് നാം ഈ ദിവസങ്ങളിലൊക്കെയും ധ്യാനിക്കുന്നത്. അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിലൂടെ ലോകത്തിലെല്ലായിടത്തുമുള്ളവർക്ക് പ്രത്യേകമാംവിധം സിദ്ധികളും കൃപകളും കൊടുക്കുന്ന ദിവസങ്ങളാണിത്. ഈ കുടുംബം അങ്ങനെ ലഭിച്ച വലിയ അനുഗ്രഹത്തെയാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുക. ഇവർക്ക് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരഘോഷത്തോടു കൂടി ഈ സാക്ഷ്യം നമുക്ക് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.